ഹലോ ഹായ് കെട്ടുകൊടുത്ത് കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണ് പോകണമെന്നല്ല വേറെ എങ്ങോട്ടല്ല കേട്ടോ. കണ്ണൂരേക്കാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാട്ടോ. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലേസാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്ന് പറഞ്ഞത്. അതാകുമ്പം ഇവർ ഈ പ്രായത്തിൽ വെള്ളത്തിൽ കളിക്കാൻ പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും ഇവർക്ക്. അങ്ങനെ ഇതാ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുക പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ സമയം കാത്തിക്കുന്നത് എന്താ വരാത്തേ കഴിയുന്നില്ല ഇരിക്കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ ഇതാ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് യാത്രയായി ഗൈസ്. അവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിന്. മുന്നേയൊക്കെ ബീച്ചിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു ഉത്സാഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ കാലിൽ മണലും പുഴിയൊക്കെ ഇങ്ങനെ ഒരുമാതിരിയായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയില്ലേ, അത് ഓർക്കുമ്പോൾ ഇറങ്ങാനും തോന്നില്ല. പക്ഷേ ഇറങ്ങാതിരിക്കാനും വയ്യ. അങ്ങനെ പിള്ളേർ ഇതാ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് തിര ഭയങ്കര കൂടുതലായിരുന്നു, വലിയ തിരയായിരുന്നു വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തോട്ടൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പം ഭയങ്കരമായിട്ട് വലിയൊരു തിരയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സാധനത്തിന് ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിട്ട് ഒട്ടകത്തിന് ഇതിൽ തന്നെ ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ എന്തോ ഒരു നട്ടക്കടായിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ വെള്ളത്തിൽ കളിച്ചു. ഈ മറീസിൻ്റെ ഇൻസോൺ ഇതാ ഓരോരായിട്ട് വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് വലിയ കുമ്പള പോലത്തെ സംഭവം ഉണ്ടാക്കി വെക്കും. തിരമാല വന്ന് അതൊക്കെ നശിപ്പിക്കും. പക്ഷേ പിന്നെ അവരത് മേക്ക് ചെയ്യും. ഇത് തന്നെയാണ്, ഇതൊക്കെയാണ് അവരെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് ഹാപ്പി ആട്ടോ. അങ്ങനെ ഇതാ അവർ ഇത് തന്നെ റിപ്പീറ്റ് അങ്ങനെ ഇവരെയും കൂട്ടി കുറച്ച് അങ്ങോട്ടേക്ക് ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അതിപ്പം പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്, ഈ കരിങ്കല്ല് വെച്ചിട്ടുള്ള ഒരു സംഭവം. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ അന്ന് മറിയൂസ് കറങ്ങുന്നൊരു വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് കറങ്ങുന്ന വീഡിയോ എടുത്തിട്ട് നേരെ പോയത് വെള്ളത്തിലേക്ക് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ഏറ്റവും അറ്റത്തോട്ട് പോവാണ്. മറ്റേ പ്ലേസിനേക്കാളും എന്താ ഈ ഒരു സെക്ഷൻ അടിപൊളിയാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ തിരയൊന്നും വരുന്നില്ല. കുട്ടികളെ നമുക്ക് നല്ല സമാധാനത്തോടെ ഇവിടെ ഇറക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളവും കുടിച്ച് പൂഴിയും തിന്ന് അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളി ഒരു ടൈം ആട്ടോ ഇവിടെ വരാൻ പറ്റിയ. നല്ല സൺസെറ്റിൻ്റെ ആ ഒരു ടൈം, ആ ചൂട് പോയി, നല്ല തണുത്ത കാറ്റും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പം ഈ അടുത്ത് മേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് വരുന്നത്. ഈ സമയത്ത് ഈ സൺസെറ്റ് കാണാൻ എന്ത് രസമാണെന്നറിയോ. പിന്നെ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സൂക്കേടാണ്. എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ട് ഈ സൂക്കേട്. ഈ മറ്റേ നമ്മൾ ഈ സൺസെറ്റ് കാണുമ്പോൾ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ പിള്ളേർ അവിടെ നിന്ന് കുറേ സമയം എൻജോയ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഇങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ. നല്ല അടിപൊളി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, പൂഴി എൻ്റെ ആകുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാ പിന്നെ നേരത്തെ ഷോപ്പ് അടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ പോയിട്ട് പിള്ളേരെ രണ്ടാളെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്ത്. ഭയങ്കര പൂഴിയായിരുന്നു മേല് മൊത്തം. അങ്ങനെ നമ്മൾ ഈ ഒരു പഴയൊരു ഷോപ്പുണ്ട് ഇവിടെ, അതിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവരെ ഫ്രഷ് ആക്കി സെറ്റാക്കി എടുത്തിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് കൂടി പോകുന്നത് വേറൊരു ലോകത്തെ കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, അവിടെയാണ് ഫുൾ പച്ചക്കറി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡുള്ള ഒരു പ്ലേസ് ആട്ടോ അത്. അങ്ങനെ നമ്മൾ ഇവർക്കാൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.